ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. കുട്ടനാട്ടിലെ മങ്കൊമ്പിന്റെ പെരുമയുമായി ലോകത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ MS സ്വാമിനാഥന് ഭാരതരത്ന. മുൻ പ്രധാനമന്ത്രിമാരായ ചൗധരി ചരൺ സിംഗ്, നരസിംഹറാവു എന്നിവർക്കും രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ചു. LK അദ്വാനിക്കും കർപ്പൂരി ഠാക്കൂറിനും നേരത്തെ ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. അസാധാരണമായാണ് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ഇത്തവണ പ്രഖ്യാപിച്ചത്. ഈ മാസം ആദ്യം മുതിർന്ന BJP നേതാവ് LK അദ്വാനിക്കും സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി ഠാക്കൂറിനും ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് മറ്റു 3 പേർക്കുകൂടി ഭാരതരത്ന പ്രഖ്യാപിച്ചത്. മുൻ പ്രധാനമന്ത്രിയായ ചൗധരി ചരൺ സിംഗ്, നരസിംഹറാവു, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ എന്നിവരുടെ പേരുകളാണ് രണ്ടാം ഘട്ടത്തിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എല്ലാ വിഭാഗത്തെയും പരിഗണിച്ച് 5 പേരെ ഇത്തവണ തെരഞ്ഞെടുത്തതെന്നാണ് വിലയിരുത്തൽ. കർഷകർക്കിടയിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തികളാണ് ചൗധരി ചരൺ സിംഗും MS സ്വാമിനാഥനും. 3 പേരും രാജ്യത്തിന് മികച്ച സംഭാവന നൽകിയവരാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു. 24 ഡൽഹി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധയാത്ര സമരാഗ്നിക്ക് കാസർകോട്ട് തുടക്കമായി. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന യാത്ര AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നാടിനെ വിഭജിക്കാനുള്ളത് മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് KC വേണുഗോപാൽ വിമർശിച്ചു. കേരള സർക്കാരിന്റെ ഡൽഹി സമരത്തിൽ പങ്കെടുക്കാത്തതിൽ അഭിമാനമെന്നും കേരളത്തിന്റെ ധൂർത്തിന് പിന്തുണ നൽകാൻ കോൺഗ്രസ് ഇല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കാസർഗോഡ് നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കേരള സർക്കാരുകൾക്കെതിരെയാണ് ഈ പ്രതിഷേധ യാത്ര നടത്തുന്നത് കോൺഗ്രസ്. ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലും അതേ നിലപാട് KC വേണുഗോപാൽ പല വിഷയങ്ങളിലും കേരളത്തിനും കേന്ദ്രത്തിനുമെതിരെ സംസാരിക്കുകയായിരുന്നു. അനുജ, KPCCയുടെ സമരാഗ്നി യാത്രയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിലെ ഏതാണ്ട് അവസാനത്തേക്ക് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നു. ഉദ്ഘാടകൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു തുടങ്ങിയത് തന്നെ മോഡിക്കെതിരായ രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിൽ മോഡി തുടരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2004 ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യവുമായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് BJP വിജയമുറപ്പിച്ചു മത്സരിച്ചു. പക്ഷേ എന്നാൽ പരാജയമായിരുന്നു ഇന്ത്യ ഷൈനിങ് ആ മുദ്രാവാക്യത്തിന് കിട്ടിയത്. അതുപോലെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം 20 ആണ്ട് പിന്നിട്ട് 2024 എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. മോഡിയുടെ ഗ്യാരണ്ടി അത് നാടിനെ വിഭജിക്കാനുള്ള ഗ്യാരണ്ടി മാത്രമാണ്. മറ്റൊരു കാര്യം, പാർലമെന്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന UPA സർക്കാരിന്റെ കാലത്തെ ധവളപത്രത്തെക്കുറിച്ച് പറയുന്നു. ഒരു സർക്കാർ 10 വർഷം ഭരിച്ചാൽ ആ സർക്കാരിന്റെ നേട്ടമായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ എന്നാൽ 10 വർഷം മുമ്പ് ഭരണം വിട്ടുപോയ ഒരു സർക്കാരിന്റെ ധവളപത്രം ഇറക്കുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നാലും അത് മികച്ച സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചർച്ചയിൽ പങ്കെടുക്കും. ഭക്ഷ്യസുരക്ഷാ നിയമം, വിവരാവകാശ നിയമം, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയവയെല്ലാം UPA സർക്കാർ നടപ്പിലാക്കിയതാണ്. അത് എണ്ണി പറയാൻ സഭയിൽ അവസരം കിട്ടുകയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിനെതിരെയുള്ള കേരള സർക്കാരിന്റെ സമരം, ആ സമരത്തിൽ കോൺഗ്രസ് MPമാർ വിട്ടുനിന്നത് വലിയ രീതിയിൽ ആക്ഷേപത്തിനിടയാക്കി. എന്നാൽ അതിന്റെ രാഷ്ട്രീയവും KC എണ്ണി പറഞ്ഞു. അതായത് സഭയ്ക്കകത്ത് കേന്ദ്രത്തിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കോൺഗ്രസ് MPമാർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ ധൂർത്തിന് ഒപ്പുവെച്ച് നൽകാൻ ഞങ്ങളില്ല. അതുകൊണ്ട് തന്നെ അഭിമാനമാണ് കേരളത്തിലെ MPമാരെ കുറിച്ച് എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ യാത്രയുടെ മുദ്രാവാക്യത്തിൽ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരാണ്. പക്ഷേ എന്നാൽ KC വേണുഗോപാൽ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാവരുടെയും പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കം അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ആക്രമണം സംസ്ഥാന സർക്കാരിന് നേരെ തന്നെയാണ്. പിണറായി വിജയന്റെ ധൂർത്തും അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJP ഒരു പ്രധാന വിഷയമല്ല. എന്നാൽ അതേ സമയത്ത് പോരാട്ടം LDFും UDFും തന്നെയാണ് എന്നുള്ള ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രസംഗം തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ. ശരി, KPCCയുടെ പ്രതിഷേധ യാത്രയ്ക്ക് തുടക്കമായി. കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന യാത്ര 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലം നീളുന്നു. പാകിസ്ഥാനിൽ വോട്ടെടുപ്പ് ഫലം അനിശ്ചിതമായി നീളുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് നേരിയ മുന്നേറ്റമുണ്ട്. 156 സീറ്റുകളിലെ ഫലം പുറത്തുവന്നപ്പോൾ 62 സീറ്റുകളിൽ PTIയും 46 സീറ്റുകളിൽ നവാസ് ഷെരീഫിന്റെ PMLനും വിജയിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്ന് J. അഖിലശ്രീ വിവരങ്ങളുമായി. അഖിലശ്രീ,
അനന്തമായി നീളുകയാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? അതിനെതിരെയൊക്കെയുള്ള പ്രതിഷേധവും അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന വിവരങ്ങൾ എന്തൊക്കെ? സർക്കാർ രൂപീകരണം എങ്ങനെയാകുമെന്നതിൽ പാർട്ടികളുടെ പ്രതികരണം എങ്ങനെയാണ്? അനുജ, അനന്തമായി നീളുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 156 സീറ്റുകളുടെ ഫലം പുറത്തു വന്നു. ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അതായത് PTIയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 62 സീറ്റിലും PMLN 46 സീറ്റുകളിലും PPP 39 സീറ്റുകളിലുമാണ് ജയിച്ചിരിക്കുന്നത്. 366 അംഗ ദേശീയ അസംബ്ലിയിൽ 266 എണ്ണത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതനുസരിച്ച് ഇന്ന് അർദ്ധരാത്രിയോടെയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെ മാത്രമേ ഫലം വരികയുള്ളൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും ഒടുവിലായി പുറപ്പെടുവിക്കുന്ന വിവരം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം അനിശ്ചിതമായി നീളുന്നതിനാൽ അട്ടിമറി സാധ്യത ആരോപിച്ച് PTIയുടെ സ്വതന്ത്രർ തന്നെ രാവിലെ തൊട്ട് പ്രതിഷേധമുണ്ട്. ആർക്കും ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ സൈന്യത്തിൻ്റെ പിന്തുണയുള്ള PMNL-ഉം PP-യും ഒരുമിച്ച് സർക്കാർ രൂപീകരിച്ചേക്കുമെന്ന അനൗദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. അതേസമയം PTIയുടെ സ്വതന്ത്രർ 150-ലേറെ സീറ്റുകളിൽ വിജയിക്കുമെന്നും തങ്ങളുടേതായിരിക്കും വിജയമെന്നും നിലപാടിലാണ് ഇമ്രാൻഖാന്റെ PTIയുടെ വക്താക്കൾ പറയുന്നത്. ആരുമായി സഖ്യം ചേരില്ല എന്നൊരു നിലപാടും അല്പം മുമ്പ് PTI വക്താക്കൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം അന്തിമ വിജയം തങ്ങൾക്കാണ്, അല്പസമയത്തിനകം വിജയപ്രഖ്യാപനം ഉണ്ടാകും എന്ന് നവാസ് ഷെരീഫ് പക്ഷം പറയുന്നു. അനുജ, അതാണ് പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഫലം. അത് പുറത്തു വന്നിട്ടില്ല, പൂർണ്ണമായും അനന്തമായി നീളുന്നു എന്നുള്ളതാണ്. അതിൽ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ നിലവിൽ ഇമ്രാൻഖാന്റെ പിന്തുണയുള്ള സ്വതന്ത്രർ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടി തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട് എന്നൊരു അവകാശവാദവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഇടുക്കിയിൽ ദയാവധത്തിന് തയ്യാറെന്ന പോസ്റ്ററുമായി പ്രതിഷേധിച്ച വൃദ്ധ ദമ്പതികൾ സമരം അവസാനിപ്പിച്ചു. അടിമാലി ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. പെൻഷൻ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് CPIM നേതാക്കൾ ഉറപ്പ് നൽകിയതോടെ ദമ്പതികൾ പോസ്റ്റർ അഴിച്ചു മാറ്റി. അവർ പറഞ്ഞത് മാസാമാസം പെൻഷൻ തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അതിന് എന്തൊരു ഉറപ്പില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് സമരം ഞാൻ അവസാനിപ്പിക്കുക. കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ നടത്തുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഞങ്ങൾ നേരത്തെ മുതൽ കുഞ്ഞുനാളെ മുതൽ അറിയുന്ന സഖാവാണ്. സഖാവ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം എന്തുണ്ടെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ട് സഖാവ്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, CPIM നേതാക്കൾ നേരിട്ട് ഉറപ്പ് നൽകുകയായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ കുടുംബം പറയുന്നത്? CPIM നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നൽകുന്നത് എന്താണ് ഉറപ്പായി? അനുജ, പെൻഷൻ ലഭിക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടൽ നടത്തും എന്നുള്ളതാണ് CPIM നേതാക്കൾ, CPIM-ന്റെ അടിമാലി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് ഈ വൃദ്ധ ദമ്പതികൾക്ക് ഉറപ്പ് കൊടുത്തത്. മാത്രമല്ല, ഇനി പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് വൃദ്ധ ദമ്പതികൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെട്ടില്ല എങ്കിൽ പ്രതിഷേധത്തിന്റെ കനം കൂട്ടുമെന്നും അവർ ഒരു മുന്നറിയിപ്പ് പോലെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയായതോടുകൂടി വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മുദ്രാവാക്യം എഴുതി വെച്ചുകൊണ്ടൊരു സമരം നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്റർ അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM നേതാക്കൾ എത്തിയിരുന്നു. പിന്നീട് എന്നാൽ അവർ ഈ വൃദ്ധ ദമ്പതികൾ അതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത് വാർത്തയായതിനു ശേഷം, കൂടുതൽ ചർച്ചയായതിനു ശേഷം ഇന്ന് ഈ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ വൃദ്ധ ദമ്പതികളുടെ അടുത്ത് എത്തുകയും 1.5 മണിക്കൂറോളം ഇവരുമായി ചർച്ച നടത്തുകയും അവസാനം ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് ഈ പോസ്റ്റർ അഴിച്ചു മാറ്റുകയുമാണ് ചെയ്തത്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ എത്തുകയും ഇവർക്ക് പലതരത്തിലുള്ള സഹായം നൽകുകയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഇവർക്ക് പെൻഷൻ സർക്കാർ കൊടുക്കുന്നത് വരെ മാസം 1600 രൂപ രണ്ടുപേർക്കുമായി കൊടുക്കും എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ ഇതിനിടയിൽ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറിയക്കുട്ടിയുടെ വിഷയവും ഇതേ അടിമാലിയിൽ തന്നെയാണ് നടന്നത്. അത് കേരളം മുഴുവൻ വലിയ ചർച്ചയായതാണ്. അതുകൊണ്ട് തന്നെ സമാനമായ മറ്റൊരു പെൻഷൻ പ്രശ്നം കൂടി അവിടെ ഉണ്ടായാൽ അടിമാലിയിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടുക്കിയിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധിയായി മാറും. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം കൂടി CPM നേതൃത്വത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ് ഈ ഒരു ധാരണ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അനുനയ നീക്കം വിജയിച്ചത് എന്നുള്ളതും പറയേണ്ടതാണ്. ഇതിൽ രാഹുൽ, അടിയന്തരമായി തന്നെ പാർട്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവർക്കൊരു കടയുണ്ട്, അങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിക്കുക, അതുപോലെ ഇവർക്ക് അത്യാവശ്യം മരുന്ന് വാങ്ങാനും മറ്റു ചെലവിനുമൊക്കെയുള്ള പൈസ നൽകുക. ആ തരത്തിലേക്ക് അടിയന്തരമായി തന്നെ പാർട്ടി ഏത് തരത്തിൽ ഇടപെടൽ നടത്തി?
സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം കൊടുത്തതായിട്ട് അറിവില്ല. അത്തരമൊരു വാഗ്ദാനം അവർ കൊടുത്തിട്ടില്ല. പക്ഷേ ഏതെങ്കിലും വിധേന എന്തെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ടും നടത്തി കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ രാവിലെ മുതൽ കാണുന്ന ഒരു കടയുണ്ട്. ആ കടയിലാണ് അവർ താമസവും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചായയും നാരങ്ങ വെള്ളമൊക്കെ കച്ചവടം നടത്തുകയും ചെയ്യുന്ന ആ കടയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു തരത്തിലുള്ള സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ആ കടയിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ ഡിവൈഎഫ്ഐയും CPM തയ്യാറായിട്ടുണ്ട് എന്നുള്ളതും ഇവർ അറിയിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു സഹായം ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നോണം കുറച്ച് സാധനങ്ങൾ ആ കടയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അതാണ് ഇടുക്കിയിൽ വൃദ്ധ ദമ്പതികൾ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് തുടങ്ങിയ സമരം. ദയാവധത്തിന് തയ്യാർ എന്ന ബോർഡ് വെച്ചുകൊണ്ടുള്ള സമരം. അതിൽ ആ സമരം അവർ അവസാനിപ്പിച്ചിരിക്കുന്നു. CPIMന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചുകൊണ്ട് ദമ്പതികൾ അവരുടെ നിലപാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. ഇന്ന് സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറ്റാനുള്ള നീക്കത്തിൽ ചീഫ് ജസ്റ്റിസിനെ കണ്ട് എതിർപ്പറിയിച്ച് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. അഭിഭാഷകരെ വിശ്വാസത്തിലെടുക്കാതെയാണ് പുതിയ നീക്കമെന്നാണ് പരാതി. ജുഡീഷ്യൽ സിറ്റിക്കായുള്ള ഹൈപ്പവർ കമ്മിറ്റിയിൽ അഭിഭാഷകരെ ഉൾപ്പെടുത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, നേരത്തെ മുഖ്യമന്ത്രി ചീഫ് ജസ്റ്റിസുമായി ഒക്കെ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇതിൽ അന്തിമ തീരുമാനമായത്. അത് മന്ത്രി P. രാജീവ് ഒക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ അസോസിയേഷന്റെ നിലപാട് എന്താണ്? അഭിഭാഷക അസോസിയേഷന്റെ നിലപാട്? അവർ നേരത്തെ തന്നെ ഈ പുതിയ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നതാണ്. അവർ പ്രമേയവും പാസാക്കിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസ് AJ ദേശായിയെ കണ്ട് ഇപ്പോൾ തങ്ങളുടെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ സിറ്റിക്കായുള്ള ഹൈപ്പവർ കമ്മിറ്റിയിൽ അഭിഭാഷകരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. അഭിഭാഷകരോട് ആലോചിക്കാതെയും വിശ്വാസത്തിലെടുക്കാതെയുമാണ് പുതിയ നീക്കം എന്നുള്ളതാണ് വിമർശനം. നേരത്തെ കളമശ്ശേരിയിലേക്ക് ഹൈക്കോടതി മാറ്റാനുള്ള നീക്കം ഫുൾ കോർട്ട് കൂടി തടഞ്ഞതാണ്. ശേഷമാണ് പുതിയ കെട്ടിടം അവിടെ പണിതത്. ഇപ്പോഴിരിക്കുന്ന കെട്ടിടം പണിതത്. നിലവിലെ കെട്ടിടത്തിന് വെറും 16 വർഷത്തെ പഴക്കം മാത്രമേയുള്ളൂ. ഇന്ത്യയിൽ ഒരിടത്തും ഇത്തരമൊരു കോടതി മാറ്റവും നിർമ്മാണവും കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്ന് അഭിഭാഷക അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു. ശരി, കളമശ്ശേരിയിലേക്ക് ഹൈക്കോടതി സമുച്ചയം മാറ്റാനുള്ള നീക്കത്തിലാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ എതിർപ്പറിയിച്ച് രംഗത്തെത്തിയത്. കേരളത്തിന്റെ മറുപടി. കേരളം കടമെടുക്കുന്നത് കൊണ്ട് സമ്പദ് വ്യവസ്ഥ തകരുമെന്ന കേന്ദ്രവാദം ബാലിശമെന്ന് കേരളം. സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. രാജ്യത്തെ മൊത്തം കടത്തിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടമെന്നാണ് സത്യവാങ്മൂലത്തിൽ ഉള്ളത്. കേരളം കടമെടുക്കുന്ന വിഷയത്തിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വിശദമായ കുറിപ്പ് നൽകിയിരുന്നു. ഈ കുറിപ്പിൽ പറയുന്നത് വസ്തുതാപരമായ വിവരങ്ങൾ അല്ലെന്ന് സമർത്ഥിക്കുന്നതാണ് കേരളത്തിന്റെ സത്യവാങ്മൂലം. രാജ്യത്തെ മൊത്തം കടത്തിന്റെ 60% കേന്ദ്ര സർക്കാരിന്റേതാണ്. മറ്റു സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് നോക്കിയാലും കേരളം ഏറ്റവും ഭേദപ്പെട്ട നിലയിൽ തുടരുന്നു. രാജ്യത്തിനുള്ള മൊത്തം കടത്തിന്റെ 1.75% മാത്രമാണ് കേരളത്തിന്റെ കടം. കേന്ദ്രത്തിന്റെ ധനമാനേജ്മെന്റിനെയും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വിമർശിക്കുന്നു. സങ്കുചിത താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ ആരോപണം. അമർത്യ സെൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രകീർത്തിച്ചതാണെന്നും സംസ്ഥാനം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളുമായി കേരളത്തിന്റെ സാഹചര്യം വിലയിരുത്തുന്നതിനെയും സത്യവാങ്മൂലം ചോദ്യം ചെയ്യുന്നു. കേരളം സമർപ്പിച്ച സത്യവാങ്മൂലം കേന്ദ്രത്തിന്റെ കുറിപ്പിനൊപ്പം പരിഗണിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. രാജ്യത്ത് ഫെഡറലിസം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേരളം സുപ്രീം കോടതിയിൽ നൽകിയ കേസ് സുപ്രധാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റു വഴികളില്ലാത്തതിനാലാണ് ഡൽഹിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. സമരം രാജ്യം ഏറ്റെടുത്തു. BJPക്ക് നീരസം ഉണ്ടാകരുതെന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിനെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയെ രേഖാമൂലം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഫലമില്ല. ആ ഘട്ടത്തിലാണ് മറ്റൊരു വഴിയുമില്ല എന്ന് വന്നപ്പോൾ പ്രക്ഷോഭത്തിൻ്റെതായ മാർഗം സ്വീകരിച്ചത്. അത് രാജ്യം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് സംഭവിച്ചതിലേക്ക്. ഉത്സവകാലത്ത് നിയന്ത്രണമില്ലാത്ത ആന എഴുന്നള്ളത്തിനെതിരെ ഹൈക്കോടതി. ആനകളെ കൊണ്ടു നടക്കുന്നതിന് പിന്നിൽ ഇടനിലക്കാരാണെന്നും സാമ്പത്തിക ലാഭം മാത്രമാണ് ഇവർ നോക്കുന്നതെന്നും കോടതി വിമർശിച്ചു. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച കോടതി റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാനും ആവശ്യപ്പെട്ടു. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ ഉത്സവകാലമാണ്, ഇനി വലിയ ഉത്സവങ്ങളൊക്കെ വരാനിരിക്കുന്നു. അപ്പോൾ കോടതി ഇന്ന് നടത്തിയ ഈ പരാമർശം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? മറ്റൊന്ന്, അരിക്കൊമ്പന്റെ കാര്യം കോടതി പ്രത്യേകമായി തിരക്കാനുണ്ടായ സാഹചര്യം എന്താണ്?
അനുജ, ഇന്ന് മൊത്തത്തിൽ ആനകളാൽ സമ്പന്നമായിരുന്നു കോടതിയിലെ കേസുകൾ. അതായത് ഇന്ന് രാവിലെ ഗുരുവായൂരിലെ ആനകൾക്കെതിരായ അതിക്രമം, രണ്ടാമത് വൈകുന്നേരത്തോടുകൂടി മറ്റൊരു ഡിവിഷൻ ബെഞ്ച് ഈ ആനകളുമായി ബന്ധപ്പെട്ട് വേറൊരു കേസ് കൂടി എടുത്തു. അതിങ്ങനെയാണ്. കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആന, അത് യാത്രക്കിടെ, കുട്ടിക്കൃഷ്ണൻ എന്ന ആന യാത്രക്കിടെ അപകടത്തിൽപ്പെടുകയും അതിന്റെ കൊമ്പ് ഒടിയുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയപ്പോഴാണ് പറഞ്ഞത്, ഉത്സവകാലത്ത് നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ആനകളെ കൊണ്ട് നടന്ന് അതിനെ ഉപദ്രവിക്കുകയാണ്, ഇതിന് പിന്നിൽ ഇടനിലക്കാരുണ്ട്, സാമ്പത്തിക ലാഭമാണ് അവരുടെ ലക്ഷ്യം എന്ന് കോടതി ഇന്ന് പറയുകയുണ്ടായത്. നിലവിലുള്ള സ്ഥലത്തു നിന്നും കുട്ടിക്കൃഷ്ണനെ മാറ്റരുതെന്നും ആരോഗ്യ പരിശോധന നടത്തണമെന്നും നിലവിൽ ഇന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ആനകളുടെ ആരോഗ്യസ്ഥിതി, ഉടമസ്ഥരുടെ വിവരങ്ങൾ, ചിപ്പുകളുടെ അവസ്ഥ തുടങ്ങിയവ പരിശോധിക്കണമെന്നും ആരോഗ്യസ്ഥിതി മോശമായ ആനകളുടെ എഴുന്നള്ളത്ത് തടയണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതൊരു സുപ്രധാനമായ കാര്യമാണ്. ഈ എഴുന്നള്ളത്ത് നടത്തുന്നതിന് മുൻപ് ആരോഗ്യസ്ഥിതിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പിക്കണം എന്ന് കോടതി ഇപ്പോൾ ഈ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിലാണ് അരിക്കൊമ്പന്റെ കാര്യം കൂടി കോടതി എടുത്തിട്ടത്. അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയുണ്ട് എന്ന് കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ആരോഗ്യസ്ഥിതി എന്താണ്, റേഡിയോ കോളർ പ്രവർത്തിക്കുന്നുണ്ടോ, ആരാണത് മോണിറ്റർ ചെയ്യുന്നത് എന്നിങ്ങനെ ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്, മറ്റാനക്കൂട്ടത്തിനൊപ്പം ചേർന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നേരത്തെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു എന്ന് വനം വകുപ്പും മറുപടി നൽകി. തൽക്കാലം കേസ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആനകൾക്ക് വോട്ടില്ലാത്തതിനാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലല്ലോ എന്നുകൂടി പരിഹസിച്ചുകൊണ്ടാണ് ഈ കേസ് കോടതി അവസാനിപ്പിച്ചത്. അതാണ് ആനകളുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് കോടതി പരാമർശിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടി. മറ്റൊരു വാർത്ത, ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കലാപം രൂക്ഷം, മരണം 4 ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത്. അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉന്നതതല യോഗം ചേർന്നു. അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ മതപഠനശാലയും ആരാധനാലയവും ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയതിനു പിന്നാലെയാണ് നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 4 പേർ മരിച്ചു. പരിക്കേറ്റ 250ഓളം പേരിൽ 100 പേർ പോലീസുകാരാണ്. നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി. സംഘർഷം കണക്കിലെടുത്ത് സ്കൂളുകൾ അടച്ചു. അക്രമികളെ കണ്ടാൽ ഉടൻ വെടിവെക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശിച്ചു. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പോലീസിന് നൽകിയ നിർദ്ദേശം. ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മുഖ്യമന്ത്രി സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. ആസൂത്രിതമായാണ് അക്രമങ്ങൾ ഉണ്ടായതെന്നും അക്രമികൾ പോലീസുകാർക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞെന്നും ജില്ലാ മജിസ്ട്രേറ്റ് ആരോപിച്ചു. നിലവിൽ ഹൽദ്വാനിയിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്ന് പോലീസ് അറിയിച്ചു. കയ്യേറ്റം തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് പൊളിക്കൽ നടപടിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരുടെ കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 96,88,21,926 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന നടപടിയുടെ ഭാഗമായാണ് കമ്മീഷൻ കണക്കുകൾ പുറത്തുവിട്ടത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വർധനയുണ്ട്. വിശദമായ കണക്കുകൾ എങ്ങനെയാണ്? അനുജ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 89.8 കോടി വോട്ടർമാരായിരുന്നെങ്കിൽ ഇത്തവണ അത് 96 കോടി ദശാംശം വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 7.2 കോടി വോട്ടർമാർ കൂടുതൽ എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പുരുഷ വോട്ടർമാരാണ് ഏറ്റവും കൂടുതലുള്ളത്. 49.7 കോടി പുരുഷ വോട്ടർമാരും 47.1 കോടി വനിതാ വോട്ടർമാരുമുണ്ട്. 18നും 29നും വയസ്സിലുള്ളത് 1,84,81,610 വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 20നും 29 വയസ്സിലുള്ള 19,74,00,000 വോട്ടർമാരും ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏത് നിമിഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് എന്നതുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന സ്ഥാനാർത്ഥി നിർണയ തിരക്കുകളിൽ സംസ്ഥാനത്തെ 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേണമോ എന്ന കാര്യത്തിൽ CPI-യിൽ ചർച്ച തുടരുകയാണ്. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അന്തിമമാക്കാൻ നാളെ LDF-ഉം CPI-യും സെക്രട്ടേറിയറ്റും ചേരും. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം ഭീഷണിയല്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു. യഥാസമയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കി. ലോക്സഭ പിടിക്കാൻ 3 മുന്നണികളും കരുനീക്കം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയം നടത്തണോ എന്നതിൽ CPI ഉടൻ ധാരണയിലെത്തും. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകളാണ് നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിശ്ചിതമായ രീതിയുണ്ട്. ആ രീതി പ്രകാരം യഥാസമയത്ത്
യഥാസമയത്ത് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. നമ്മുടെ സ്ഥാനാർത്ഥിയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്കണ്ഠകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആകാംക്ഷ കാണുന്നുണ്ട്. ഈ ആകാംക്ഷയും ഉത്കണ്ഠയും ഒന്നും ഉണ്ടാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി. അത് വളരെ വേഗം ഉണ്ടാകും. സീറ്റ് വിഭജനം അന്തിമമാക്കാൻ നാളെ LDF യോഗം ചേരുന്നുണ്ട്. കേരള കോൺഗ്രസ് രണ്ടാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടുമെങ്കിലും CPIM അംഗീകരിക്കില്ല. നിലവിലെ സീറ്റുകളുമായി മുന്നോട്ടു പോകും. ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം UDF-ന് ഭീഷണിയല്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും KPCC പ്രസിഡന്റ് K. സുധാകരൻ 24-നോട് പറഞ്ഞു. മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിൽ ഒരു തർക്കവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാനുള്ള നല്ല മനസ്സ് ലീഗിനുണ്ട്, കോൺഗ്രസിനുണ്ട്. അതൊരു ഞങ്ങൾക്കൊരു ഭീഷണിയേ അല്ല. അതിനിടെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിൽ ഒരെണ്ണം INTUC-ക്ക് നൽകണമെന്ന് രേഖാമൂലം പാർട്ടി അറിയിച്ചതായി R. ചന്ദ്രശേഖരൻ പറഞ്ഞു. പാലക്കാടും ആലത്തൂരും സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കുമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.